നമ്മുടെയൊക്കെ ടൂ വീലറിൽ ബ്രേക്ക് ഷൂ മാറാനുള്ള സമയം കഴിഞ്ഞിട്ടും മാറാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ആക്റ്റീവയാണ്. ഇതിലെ പിറകിലത്തെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് എന്തോ ഒരയുന്ന ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാണ് കസ്റ്റമർ ഷോപ്പിൽ വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അത് ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്യുന്നതിലേക്കായി പിറകിലത്തെ വീൽ അഴിച്ചെടുത്ത സമയത്ത് കണ്ടില്ലേ, ബ്രേക്ക് ഷൂവിൽ വരുന്ന സ്പ്രിങ് ആണ് ചാടിപ്പോയത്. ഈ സ്പ്രിങ് ബ്രേക്ക് ഷൂവിൽ വരുന്ന സ്പ്രിങ് ആണ്. 2 സ്പ്രിങ് താഴെയും മുകളിലോട്ട് ഓരോ സ്പ്രിങ് വരും. ഇതിൽ താഴെ വരുന്ന സ്പ്രിങ് ആണ് ബ്രേക്ക് ഷൂവിൽ നിന്ന് ചാടിപ്പോയത്. അപ്പോൾ ഈ ചാടിപ്പോയ സ്പ്രിങ് വണ്ടി ഓടുന്ന സമയത്ത് ഹബ്ബിൽ കയറി ഒരയുന്ന ശബ്ദമാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ബ്രേക്ക് ഷൂ മാറാനുള്ള സമയം കഴിഞ്ഞിട്ട് മാറാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത്. അതായത് കാലക്രമേണ ആ സ്പ്രിങ്ങിൻ്റെ 2 സ്പ്രിങ്ങിൻ്റെയും ടെൻഷൻ കുറയും. ടെൻഷൻ കുറയുന്ന സമയത്ത് ആ ബ്രേക്ക് ഷൂവിൻ്റെ ആ സ്പ്രിങ് പിടിപ്പിക്കുന്ന 2 ഹോളില്ലേ, ആ 2 ഹോളിൽ നിന്നും അത് ചാടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ബ്രേക്ക് ഷൂ മാറാനുള്ള സമയം ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറുക. നമ്മൾ ബ്രേക്ക് ഷൂ ടൈറ്റ് ചെയ്യാൻ ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് മാക്സിമം ടൈറ്റ് ആക്കി, ഇനി ടൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബ്രേക്ക് ഷൂ മാറണം. ഞാൻ അപ്പോൾ ഇതിന് പുതിയ ബ്രേക്ക് ഷൂ വാങ്ങിയിട്ടുണ്ട്. ഇത് ഹോണ്ടയുടെ ഒറിജിനൽ ബ്രേക്ക് ഷൂ ആണ്. കണ്ടില്ലേ, ഇതിനകത്തെല്ലാം ആ സ്പ്രിങ് ഉൾപ്പെടെയാണ് വരുന്നത്. ഹോണ്ടയുടെ ഒറിജിനൽ ബ്രേക്ക് ഷൂ ആണ്. ഞാൻ അതിനെ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ബ്രേക്ക് ഷൂ. 2 സ്പ്രിങ്ങും അതിൽ സെറ്റ് ചെയ്താണ് വരുന്നത്. അപ്പം ഇതുപോലുള്ള ടൂ വീലർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിലേക്കായി നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.